നമ്മുടെ നിലമ്പൂര് AI ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ? കുറച്ചേരം ഇവിടെ നിർത്തി ഇങ്ങനെ നോക്കി കണ്ടിട്ട് ചോപ്പ് ലൈറ്റ് ഒന്നും ഇല്ല, വർക്ക് ചെയ്യണില്ല തോന്നുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ നിലമ്പൂർ അങ്ങാടി കൂടെ രാത്രി ഇറങ്ങാൻ പറ്റാത്തവരുണ്ടാവും, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. അതേപോലെ പ്രവാസികളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും രാത്രി വൈബിലുള്ള നമ്മുടെ നിലമ്പൂർക്കൂടുള്ള യാത്ര. എല്ലാവർക്കും വേണ്ടിയിട്ട് രാത്രി വൈബിലുള്ള ഒരു യാത്ര ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാൻ പോവാണ്. പിന്നെ നിങ്ങളാ മിസ് ചെയ്യണ ആ രാത്രി വൈബ് ചങ്കില്ലേ, ഓനവിടെ മെൻഷൻ ചെയ്തേട്ടോ. എന്റെ അടുത്ത് രാത്രി ഇങ്ങനെ ഇറങ്ങിയത് ആ വടവറം കഴിഞ്ഞ് പാലം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. രാത്രി നമ്മളെ കനോലി പ്ലോട്ട് എത്തിയപ്പോ വണ്ടി സൈഡാക്കി ഉറങ്ങുന്ന ഒരുപാട് ലോറിക്കാർ, പാവങ്ങള് നല്ല ക്ഷീണത്തിലാണ്. കനോലി പ്ലോട്ടിന്റെ ഉള്ളിൽ കയറിയ ഒരു സ്പെഷ്യൽ തണുപ്പാണ്, എന്താ അറിയില്ല. ഒരുപാട് അർജന്റ് ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരാണ് നമ്മളെ ഈ CNG റോഡ് കൂടെ പാസ് ചെയ്യണേ ഈ രാത്രി ഒക്കെ കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നി, കാരണം എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകണേ. നമ്മളെ KSRTC സ്റ്റാൻഡ് അവിടുന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ഒരു വണ്ടി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ വണ്ടികളും, കുറച്ച് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഓട്ടത്തിന് വേണ്ടി നിർത്തിയിട്ട്. സമയം നോക്കി ഏകദേശം 2 മണി ആവാറായി. പെട്രോൾ പമ്പിലൊന്നും ഒരു മനുഷ്യല്ല, ജോലിക്കാരൊക്കെ ചെറിയൊരു മയക്കത്തിലാണ്. ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ ഉറങ്ങാതെ നിൽക്കുന്നുണ്ട്, ബസ്സുകളൊക്കെ ഇങ്ങനെ ഹാൾട്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഇതാ നമ്മുടെ നിലമ്പൂർക്ക് വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് ഇതാ മരിക്കാനായ കുറെ വണ്ടികളെ കണ്ടു. ഇതാ കമ്പനിന്ന് ഞാൻ പറയാനുള്ള നിർത്തിയിട്ട വണ്ടികളൊക്കെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ല എന്താ ചെയ്യാം. പിന്നെ ഇങ്ങനെ പോയി നമ്മളെ മിൽമന്റെ അവിടെയൊക്കെ എത്തിയപ്പോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ലോറിക്കാരൊക്കെ വണ്ടി സൈഡാക്കിയിരിക്കുന്നത് കാണാം. നിലമ്പൂർക്ക് എപ്പോൾ ഇറങ്ങിയാലുള്ളൊരു സന്തോഷം നമ്മുടെ മിൽമന്റെ അവിടെ 1-2 ആൾക്കാർ ചായ കുടിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. പിന്നെ നമ്മളെ പഴയ സ്റ്റാൻഡിന്റെ അവിടെ കുറെ ഓട്ടോറിക്ഷക്കാര് തന്റെ ജീവിത മാർഗത്തിന് വേണ്ടി ഉറക്കുവെച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാത്രി ഇതേപോലെ ഓട്ടോറിക്ഷ ഓർഡർ എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒപ്പിടൊക്കെ വേണം. സർക്കാർ ഒരു സേഫ്റ്റിയും ഡ്രൈവേഴ്സിന്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് പോലീസുകാർ അങ്ങനെ ചെയ്യണത് തോന്നുന്നു. പോലീസുകാരൊക്കെ പെട്രോളിങ്ങിന് പോയൊക്കെ ആയിരിക്കും, അവിടെ ഒന്നും വലിയൊരു ആളനക്കൊന്നും കാണാനില്ല. ഏത് പാതിരാത്രിക്കും ഗേറ്റ് തുറന്നിട്ടിരിക്കുന്ന നമ്മുടെ MLA വീട്, അവിടെ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്ന് ചോദിച്ചിട്ടോ, അയാളെ ജോലി റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു എന്ന് തോന്നി. പിന്നെ വണ്ടി എടുത്ത് ഇങ്ങനെ പോയപ്പോൾ നമ്മളെ AI ക്യാമറന്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ വണ്ടിന്റെ പെട്രോൾ കഴിഞ്ഞു അറിയില്ല, അങ്ങനെ മെല്ലെ ഇങ്ങനെ കുറച്ചൊരു ഉന്തി നടന്ന് നോക്കി. ക്യാമറ വെട്ടിക്കാൻ വേണ്ടി ചെയ്തതെന്നല്ല, നൈസായിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ ചന്തക്കുന്ന് നമ്മളെ മെയിൻ ജംഗ്ഷനൊക്കെ എത്തി. അവിടെയൊക്കെ ഒരു മനുഷ്യനൊരു ആളനക്കോ അല്ല. മെല്ലെ ഞാൻ എൻ്റെ നാട്ടിലേക്കുള്ള വഴി ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു. ഇഷ്ടംപോലെ ലോറിക്കാർ ഇപ്പോഴും ഉറക്കം വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ സേഫായിട്ട് അവരൊക്കെ എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ പട്ടിശല്യം നമ്മൾ രാത്രി ഏത് റോഡ് കൂടെ പോയാലും ഉണ്ട്. ഇപ്പോഴും ബസ്സിന്റെ വർക്ക്ഷോപ്പിലൊക്കെ ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട്. ചാലിയാർ ഹോസ്പിറ്റലിൽ ഒരു പ്രേത ബംഗ്ലാവ് പോലെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനും ഇതേപോലെ ആളൊഴിഞ്ഞൊരു സ്ഥലമായിട്ട് നിൽക്കുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാരില്ല, ആരുമില്ല, ഒരു വിജനമായ ഒരു സ്ഥലമായി. പിന്നെ 3:10 പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ ട്രെയിനും കാണാം. മാങ്ങക്കലയുണ്ടേ, ഒരു മാങ്ങട്ടി വരുന്ന വഴി കിട്ടിയതാണ്. പാളിയളിയാ, വേറെ ഏതെങ്കിലും മൂച്ചി നോക്കട്ടെ. കഴിഞ്ഞു, ഞാൻ പോയി ഉറങ്ങട്ടെ, 3 മണിയാവാറായി. എന്തായാലും രാത്രി കാഴ്ചകളൊക്കെ അടിപൊളിയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, നിലമ്പൂർ ടോക്സ്.